ഹലോ ഗായ്സ്, ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ഉപ്മാ റെസിപ്പിയാണേ. വളരെ പെട്ടെന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. സംഭവം സെറ്റാണ്. അത്യാവശ്യം നന്നായിട്ട് വയറ് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് കുറച്ച് റവ നന്നായിട്ട് എടുത്ത് വറുക്കുക. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കുക. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വറുക്കുക. കുറച്ച് മുന്തിരി നന്നായിട്ട് വിളയിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് അണ്ടിപ്പരിപ്പ്, നമുക്കിതിലേക്ക് വേണ്ട എല്ലാ നട്ട്സും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. പൊട്ടുകടല നന്നായിട്ട് നെയ്യിൽ മുപ്പിച്ചെടുക്കുക. പൊട്ടുകടല നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അതേ നെയ്യിലേക്ക് കുറച്ച് സവോള പൊടിയായിട്ട് അരഞ്ഞിട്ടെടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. അധികം വഴണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം കേടാവും. നമ്മൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കണതല്ലേ. സോ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് നമ്മൾ സാധാ ഉപ്മാവിക്ക് ചേർക്കണ പോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം കേട് വരും. അതുകൊണ്ടാണ് ഇത് നന്നായി വഴണ്ടതിന് ശേഷം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുകും ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് റവയും ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായി ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിത് കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് എടുക്കണം അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ പ്രത്യേകം മെഷറൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഹസ്ബൻഡിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലൊക്കെ ഇട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ലോങ് ലൈഫ് ഉണ്ട്. ഇതിൽ വെള്ളം മാറ്റമൊന്നും ആവാതെ ശ്രദ്ധിക്കുക. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് റൂമിലാണ്, കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്ക് ഓപ്ഷനൊക്കെയാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്കാണെങ്കിൽ എപ്പോഴും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും അതുപോലെ കപ്പലണ്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ എന്തായാലും നന്നായി റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം കേടായിപ്പോവും. എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഈ പ്രീമിക്സ് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മാൻഡേറ്ററി അല്ല, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റിനനുസരിച്ച് കിട്ടും. നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ കണ്ടൻറ്റ് അവിടെ എവിടെയായിട്ട് നിൽക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തേക്ക് എത്തും. അപ്പോൾ താങ്ക് യു.